എല്ലാവർക്കും സ്വീയിങ് സ്കിൽ ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 125/2024. നെയിം ഓഫ് പോസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീയിങ് ടീച്ചർ. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 12 സെപ്റ്റംബർ 2024. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 50 ക്വസ്റ്റ്യൻസാണ്. എല്ലാവരും ആ ക്ലാസ് കേട്ടെന്നും ആ നോട്ട്സ് എഴുതിയെടുത്തെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പറഞ്ഞ 50 ക്വസ്റ്റ്യൻസും ഒരു തവണ കേട്ടതുകൊണ്ട് ആരും ഒന്നും പഠിക്കത്തില്ല. അത് റിപ്പീറ്റ് കേട്ടാൽ മാത്രമേ അത് പഠിക്കത്തുള്ളൂ, ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. നമ്മൾ പഠിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും 3 ദിവസം കൂടുമ്പോൾ റിവിഷൻ ചെയ്യുക തന്നെ ചെയ്യണം. എന്നാലേ അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. എന്നാലും നമുക്കൊരു എക്സാമിന് അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് നമ്മളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് എല്ലാവരും തന്നെ ദയവ് ചെയ്ത് ഇത് റിപ്പീറ്റ് കേട്ട് പഠിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 51. കിമോണോ ഡാഷിൻ്റെ വകഭേദമാണ്. ഓപ്ഷൻ എ കോളർ, ഓപ്ഷൻ ബി സ്ലീവ്, ഓപ്ഷൻ സി പോക്കറ്റ്, ഓപ്ഷൻ ഡി ബ്ലാക്കറ്റ്. ആൻസർ ഓപ്ഷൻ ബി സ്ലീവ്. കിമോണോ ഡാഷിൻ്റെ വകഭേദമാണ്. സ്ലീവിൻ്റെ വകഭേദമാണ് കിമോണോ. ക്വസ്റ്റ്യൻ നമ്പർ 52. എതിർദിശയിൽ വരുന്ന 2 പ്ലേറ്റുകളുടെ ഉൾവശത്തെ മടക്കുകൾ ചീത്തവശത്ത് ഒരു പ്ലേസ്മെൻറ്റ് ലൈനിൽ സന്ധിക്കുന്ന പ്ലേറ്റ്. ഓപ്ഷൻ എ ബോക്സ് പ്ലേറ്റ്, ഓപ്ഷൻ ബി നൈഫ് പ്ലേറ്റ്, ഓപ്ഷൻ സി സിമ്പിൾ പ്ലേറ്റ്, ഓപ്ഷൻ ഡി ഇൻവെർട്ടഡ് പ്ലേറ്റ്. ആൻസർ ഓപ്ഷൻ എ ബോക്സ് പ്ലേറ്റ്. എതിർദിശയിൽ വരുന്ന 2 പ്ലേറ്റുകളുടെ ഉൾവശത്തെ മടക്കുകൾ ചീത്തവശത്ത് ഒരു പ്ലേസ്മെൻറ്റ് ലൈനിൽ സന്ധിക്കുന്ന പ്ലേറ്റാണ്. ആൻസർ ഓപ്ഷൻ എ ബ്ലോക്സ് പ്ലേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 53. ഏത് തരം ഡ്രസ്സുകളിൽ ആണ് സ്ലാഷ് പോക്കറ്റ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ കോട്ട് പാൻറ്റ്, ഓപ്ഷൻ ബി ഷർട്ട് കോട്ട്, ഓപ്ഷൻ സി ഷർട്ട് പാൻറ്റ്, ഡി ഓപ്ഷൻ ഡി ഇവയിൽ ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ കോട്ട് പാൻറ്റ്. ഏത് തരം ഡ്രസ്സുകളിലാണ് സ്ലാഷ് പോക്കറ്റ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ കോട്ട് പാൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 54. ബാൻഡ് കോളറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ സെയിലർ കോളർ, ഓപ്ഷൻ ബി സ്റ്റാൻഡ് കോളർ, ഓപ്ഷൻ സി ഷർട്ട് കോളർ, ഓപ്ഷൻ ഡി പീറ്റർ പാൻ കോളർ. ആൻസർ ഓപ്ഷൻ ബി സ്റ്റാൻഡ് കോളർ. ബാൻഡ് കോളറിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ ബി സ്റ്റാൻഡ് കോളർ. ക്വസ്റ്റ്യൻ നമ്പർ 55. പ്ലീറ്റ് എടുക്കുന്നതിന് മുമ്പുള്ള മെറ്റീരിയലിൻ്റെ വീതിയെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ പ്ലീറ്റഡ് സെക്ഷൻ, ഓപ്ഷൻ ബി പ്ലീറ്റ് ഡെപ്ത്ത്, ഓപ്ഷൻ സി പ്ലീറ്റ് വിഡ്ത്ത്, ഓപ്ഷൻ ഡി പാറ്റേൺ വിഡ്ത്ത്. ആൻസർ ഓപ്ഷൻ ഡി പാറ്റേൺ വിഡ്ത്ത്. പ്ലീറ്റ് എടുക്കുന്നതിന് മുമ്പുള്ള മെറ്റീരിയലിൻ്റെ വീതിയെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ പാറ്റേൺ വിഡ്ത്ത്. 56. ഏത് തരം കോളറാണ് ടീഷർട്ടുകളിലും സ്പോർട്സ് തുണിത്തരങ്ങളിലും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സ്റ്റാൻഡ് കോളർ, ഓപ്ഷൻ ബി ടെന്നീസ് കോളർ, ഓപ്ഷൻ സി റോളർ കോളർ, ഓപ്ഷൻ ഡി ഷർട്ട് കോളർ. ആൻസർ ഓപ്ഷൻ സി റോൾ കോളർ. ഏത് തരം കോളറാണ് ടീഷർട്ടുകളിലും സ്പോർട്സ് തുണികളിലും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി റോൾ കോളർ. ക്വസ്റ്റ്യൻ നമ്പർ 57. നെക്ക് ലൈനിൽ തുടങ്ങി അണ്ടർ ആമിൽ അവസാനിക്കുന്ന സ്ലീവാണ് ഡാഷ് ആണ്. എ റാംഗ്ലൻ സ്ലീവ്, ബി കിമോണോ സ്ലീവ്,
സി ലെഗ് ഓ മട്ടൺ സ്ലേവ്, ഡി ബിഷപ്പ് സ്ലേവ്. ആൻസർ ഓപ്ഷൻ എ റാഗ്ലൈൻ സ്ലേവ്. നെക്ലൈൻ തുടങ്ങി അണ്ടർആർമിൽ അവസാനിക്കുന്ന സ്ലേവ് ഡാഷ് ആണ്. റാഗ്ലൈൻ സ്ലേവ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ഏത് തരം പ്ലാക്കറ്റിന് ആണ് തുല്യ വീതിയിൽ ഉള്ള ഫേസിംഗ് പീസുകൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഇറ്റാലിയൻ പ്ലാക്കറ്റ്, ഓപ്ഷൻ ബി കണ്ടിന്യൂസ് പ്ലാക്കറ്റ്, ഓപ്ഷൻ സി 2 പീസ് പ്ലാക്കറ്റ്, ഓപ്ഷൻ ഡി 1 പീസ് പ്ലാക്കറ്റ്. ആൻസർ ഓപ്ഷൻ എ ഇറ്റാലിയൻ പ്ലാക്കറ്റ്. ഏത് തരം പ്ലാക്കറ്റിന് ആണ് തുല്യ വീതിയിലുള്ള ഫേസിംഗ് പീസുകൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഇറ്റാലിയൻ പ്ലാക്കറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 59. അടിവശത്ത് ഫ്ലെയർ വരുന്ന സ്ലീവിനെ ഡാഷ് എന്ന് പറയുന്നു? ഓപ്ഷൻ എ പഫ് സ്ലീവ്, ഓപ്ഷൻ ബി ബെൽ സ്ലീവ്, ഓപ്ഷൻ സി ബിഷപ്പ് സ്ലീവ്, ഓപ്ഷൻ ഡി റാഗ്ലൈൻ സ്ലീവ്. ആൻസർ ഓപ്ഷൻ ബി ബെൽ സ്ലീവ്. അടിവശത്ത് ഫ്ലെയർ വരുന്ന സ്ലീവിനെ ഡാഷ് എന്ന് പറയുന്നു? ഓപ്ഷൻ ബി ബെൽ സ്ലീവ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ഷർട്ട് സ്ലീവിൽ മാത്രം ഉപയോഗിക്കുന്ന പ്ലാക്കറ്റാണ്? ഓപ്ഷൻ എ 1 പീസ് പ്ലാക്കറ്റ്, ഓപ്ഷൻ ബി ഇറ്റാലിയൻ പ്ലാക്കറ്റ്, ഓപ്ഷൻ സി 2 പീസ് പ്ലാക്കറ്റ്, ഓപ്ഷൻ ഡി കണ്ടിന്യൂസ് പ്ലാക്കറ്റ്. ആൻസർ ഓപ്ഷൻ എ 1 പീസ് പ്ലാക്കറ്റ്. ഷർട്ട് സ്ലീവിൽ മാത്രം ഉപയോഗിക്കുന്ന പ്ലാക്കറ്റാണ് ഓപ്ഷൻ എ 1 സ്ലീവ് പ്ലാക്കറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 61. ഒരു കളറിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ മന്ദതയ്ക്ക് ഉപയോഗിക്കുന്ന പദം? ഓപ്ഷൻ എ വാല്യൂ, ഓപ്ഷൻ ബി ഇൻറ്റൻസിറ്റി, ഓപ്ഷൻ സി ടോൺ, ഓപ്ഷൻ ഡി ഹ്യൂ. ആൻസർ ഓപ്ഷൻ ബി ഇൻറ്റൻസിറ്റി. ഒരു കളറിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ മന്ദതയ്ക്ക് ഉപയോഗിക്കുന്ന പദമാണ് ഓപ്ഷൻ ബി ഇൻറ്റൻസിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 62. ഏത് കളർ സ്കീമിലാണ് പരസ്പരം അതിർത്തി പങ്കിടുന്ന നിറങ്ങളുടെ കൂട്ടം അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ എ അക്രോമാറ്റിക്, ഓപ്ഷൻ ബി മോണോക്രോമാറ്റിക്, ഓപ്ഷൻ സി അനലോഗ്സ്, ഓപ്ഷൻ ഡി കോംപ്ലിമെൻ്ററി. ആൻസർ ഓപ്ഷൻ സി അനലോഗ്. ഏത് കളർ സ്കീമിലാണ് പരസ്പരം അതിർത്തി പങ്കിടുന്ന നിറങ്ങളുടെ കൂട്ടം അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ സി അനലോഗ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 63. സെക്കൻഡറി കളർ അഥവാ ദ്വിതീയ വർണ്ണത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ നീല, ഓപ്ഷൻ ബി വയലറ്റ്, ഓപ്ഷൻ സി ചുവപ്പ്, ഓപ്ഷൻ ഡി ചുവന്ന വയലറ്റ്. ആൻസർ ഓപ്ഷൻ ബി വയലറ്റ്. സെക്കൻഡറി കളർ അഥവാ ദ്വിതീയ വർണ്ണത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി വയലറ്റ് ആണ്. ഓപ്ഷൻ ബി വയലറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 64. വ്യത്യസ്ത മൂല്യങ്ങളിൽ ഒരു നിറം മാത്രമുള്ള കളർ ഹാർമണി ഏതാണ്? ഓപ്ഷൻ എ മോണോക്രോമാറ്റിക്, ഓപ്ഷൻ ബി സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി, ഓപ്ഷൻ സി കോംപ്ലിമെൻ്ററി, ഓപ്ഷൻ ഡി ട്രയാഡ്. ആൻസർ ഓപ്ഷൻ എ മോണോക്രോമാറ്റിക്. വ്യത്യസ്ത മൂല്യങ്ങളിൽ ഒരു നിറം മാത്രമുള്ള കളർ ഹാർമണിയായതാണ്? ഓപ്ഷൻ എ മോണോക്രോമാറ്റിക്. ക്വസ്റ്റ്യൻ നമ്പർ 65. ഡബിൾ സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളർ സ്കീമിൽ പറയുന്ന മറ്റൊരു പേരാണ്? ഓപ്ഷൻ എ ട്രഡാഡിക് കളർ സ്കീം, ഓപ്ഷൻ ബി ഡയാഡ് കളർ സ്കീം, ഓപ്ഷൻ സി ന്യൂട്രൽ കളർ സ്കീം, ഓപ്ഷൻ ഡി കോംപ്ലിമെൻ്ററി കളർ സ്കീം. ആൻസർ ഓപ്ഷൻ എ ട്രഡാഡിക്കൽ കളർ സ്കീം. ട്രഡാഡിക്കൽ കളർ സ്കീം. ഡബിൾ സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളർ സ്കീമിന് പറയുന്ന മറ്റൊരു പേരാണ് ട്രഡാഡിക്കൽ കളർ സ്കീം. ക്വസ്റ്റ്യൻ നമ്പർ 66. ഏത് തരത്തിലുള്ള നിറ്റഡ് തുണികളിലാണ് കോഴ്സുകൾ ഒറ്റ നൂൽ ഇഴ കൊണ്ട് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ വാർപ്പ് നിറ്റ്, ഓപ്ഷൻ ബി വെഫ്റ്റ് നിറ്റ്, ഓപ്ഷൻ സി ഇൻസർഷൻ നിറ്റ്, ഓപ്ഷൻ ഡി ജാക്കർഡ് നിറ്റ്.
ആൻസർ ഓപ്ഷൻ ബി വെഫ്റ്റ് നിറ്റ്. ഏത് തരത്തിലുള്ള നിറ്റഡ് തുണികളിലാണ് കോഴ്സുകൾ ഒറ്റനൂൽ ഇഴകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ബി വെഫ്റ്റ് നിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 67. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാർപ്പ് നിറ്റിങ്ങിനുള്ള ഉദാഹരണം. ഓപ്ഷൻ എ ടക്ക്, ഓപ്ഷൻ ബി മിസ്, ഓപ്ഷൻ സി പേൾ, ഓപ്ഷൻ ഡി ട്രൈക്കേഡ്. ആൻസർ ഓപ്ഷൻ ഡി ട്രൈക്കോട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാർപ്പ് നിറ്റിനുള്ള ഉദാഹരണമാണ് ഓപ്ഷൻ ഡി ട്രൈക്കോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 68. നീഡിൽ ഉപയോഗിച്ച് ഒന്നോ അതിലധികമോ നൂലുകളുടെ ലൂപ്പിൻ്റെ ശ്രേണി പരസ്പരം ബന്ധിപ്പിച്ച് തുണി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. ഓപ്ഷൻ എ വീവിംഗ്, ഓപ്ഷൻ ബി ഫെൽറ്റിംഗ്, ഓപ്ഷൻ സി നിറ്റിംഗ്, ഓപ്ഷൻ ഡി ലേസിംഗ്. ആൻസർ ഓപ്ഷൻ സി നിറ്റിംഗ്. നീഡിൽ ഉപയോഗിച്ച് ഒന്നോ അതിലധികമോ നൂലുകളുടെ ലൂപ്പിൻ്റെ ശ്രേണി പരസ്പരം ബന്ധിപ്പിച്ച് തുണി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് നിറ്റിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 69. ലൂപ്പ് ആക്സിസിന് സമാന്തരമായി തുണിയിൽ നീളത്തിൽ കാണപ്പെടുന്ന ലൂപ്പുകളുടെ നിരയ്ക്ക് പറയുന്ന പേര്. ഓപ്ഷൻ എ കൗണ്ട്, ഓപ്ഷൻ ബി വെയിൽസ്, ഓപ്ഷൻ സി കോഴ്സ്, ഓപ്ഷൻ ഡി പ്ലൈ. ആൻസർ ഓപ്ഷൻ ബി വെയിൽസ്. ലൂപ്പ് ആക്സിസിന് സമാന്തരമായി തുണിയിൽ നീളത്തിൽ കാണപ്പെടുന്ന ലൂപ്പുകളുടെ നിരയ്ക്ക് പറയുന്ന പേര് ഓപ്ഷൻ ബി വെയിൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 70. തുണിയുടെ മൃദുത്വം കണക്കാക്കുന്നതിനായി മെഷീനിൽ ഒരു യൂണിറ്റ് വിഡ്ത്തിൽ വരുന്ന സ്റ്റിച്ചുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റിച്ച്, ഓപ്ഷൻ ബി ഗേജ്, ഓപ്ഷൻ സി കൗണ്ട്, ഓപ്ഷൻ ഡി വെയിൽസ്. ആൻസർ ഓപ്ഷൻ ബി ഗേജ്. തുണിയുടെ മൃദുത്വം കാണിക്കുന്നതിനായി മെഷീനിൽ ഒരു യൂണിറ്റ് വിഡ്ത്തിൽ വരുന്ന സ്റ്റിച്ചുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ഗേജ്. തുണിയുടെ വെയിൽസിൻ്റെ മൃദുത്വം കാണിക്കുന്നതിനായി മെഷീനിൽ ഒരു യൂണിറ്റ് വിഡ്ത്തിൽ വരുന്ന സ്റ്റിച്ചുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ഗേജ്. ക്വസ്റ്റ്യൻ നമ്പർ 71. ബ്ലോക്ക് പാറ്റേണിൽ നിന്നും അടിസ്ഥാന ശൈലി പാറ്റേൺ അഥവാ ബേസിക് സ്റ്റൈൽ പാറ്റേൺ നിർമ്മിക്കുന്ന രീതി. ഓപ്ഷൻ എ അഡാപ്റ്റേഷൻ, ഓപ്ഷൻ ബി സ്ലാഷ് ആൻഡ് സ്പ്രെഡ്, ഓപ്ഷൻ സി സ്ലാഷ് ആൻഡ് ലാപ്പ്, ഓപ്ഷൻ ഡി ബ്ലോക്കിംഗ്. ആൻസർ ഓപ്ഷൻ എ അഡാപ്റ്റേഷൻ. ബ്ലോക്ക് പാറ്റേണിൽ നിന്നും അടിസ്ഥാന ശൈലി പാറ്റേൺ അഥവാ ബേസിക് സ്റ്റൈൽ പാറ്റേൺ നിർമ്മിക്കുന്ന രീതിയാണ് അഡാപ്റ്റേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 72. ഒരു വസ്ത്രത്തിൻ്റെ വിവിധ ഘടകങ്ങളുടെ മാതൃക അല്ലെങ്കിൽ പകർപ്പ്. ഓപ്ഷൻ എ ബ്ലോക്ക്, ഓപ്ഷൻ ബി ഡ്രാഫ്റ്റ്, ഓപ്ഷൻ സി പാറ്റേൺ, ഓപ്ഷൻ ഡി സ്ലോപ്പർ. ആൻസർ ഓപ്ഷൻ സി പാറ്റേൺ. ഒരു വസ്ത്രത്തിൻ്റെ വിവിധ ഘടകങ്ങളുടെ മാതൃക അല്ലെങ്കിൽ പകർപ്പ്. ഓപ്ഷൻ സി പാറ്റേൺ. ഒരു വസ്ത്രത്തിൻ്റെ വിവിധ ഘടകങ്ങളുടെ മാതൃക അല്ലെങ്കിൽ പകർപ്പ്. ഓപ്ഷൻ സി പാറ്റേൺ. ക്വസ്റ്റ്യൻ നമ്പർ 73. കൊമേഴ്ഷ്യൽ പാറ്റേണുകൾ അഥവാ വാണിജ്യ പാറ്റേണുകൾക്ക് പറയുന്ന മറ്റൊരു പേര്. ഓപ്ഷൻ എ റെഡിമെയ്ഡ് പാറ്റേൺ, ഓപ്ഷൻ ബി ഫൗണ്ടേഷൻ പാറ്റേൺ, ഓപ്ഷൻ സി സ്ലോപ്പർ പാറ്റേൺ, ഓപ്ഷൻ ഡി ഫ്ലാറ്റ് പാറ്റേൺ. ആൻസർ ഓപ്ഷൻ എ റെഡിമെയ്ഡ് പാറ്റേൺ. കൊമേഴ്ഷ്യൽ പാറ്റേൺ അഥവാ വാണിജ്യ പാറ്റേണുകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഓപ്ഷൻ എ റെഡിമെയ്ഡ് പാറ്റേൺ. ക്വസ്റ്റ്യൻ നമ്പർ 74. നിലവിലുള്ള ഫൗണ്ടേഷൻ പാറ്റേണിൽ നിന്നും സൃഷ്ടിച്ച പാറ്റേണുകൾക്ക് നൽകിയിരിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ഓപ്ഷൻ ബി നോക്ക് ഓഫ്, ഓപ്ഷൻ സി സ്ലോപ്പർ, ഓപ്ഷൻ ഡി സ്വീപ്പ്. ആൻസർ ഓപ്ഷൻ സി സ്ലോപ്പർ. നിലവിലുള്ള ഫൗണ്ടേഷൻ പാറ്റേണിൽ നിന്നും സൃഷ്ടിച്ച പാറ്റേണുകൾക്ക് നൽകിയിരിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ സി സ്ലോപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 75. ഊടുനൂലിൻ്റെ ദിശയിൽ വരയ്ക്കുന്ന
ഗ്രെയിൻ ലൈൻ. ഓപ്ഷൻ എ സ്ട്രെയിറ്റ്. ഓപ്ഷൻ ബി ക്രോസ്. ഓപ്ഷൻ സി ബയാസ്. ഓപ്ഷൻ ഡി ട്യൂബയാസ്. ആൻസർ ഓപ്ഷൻ ബി ക്രോസ്. ഊടുനൂലിൻ്റെ ദിശയിൽ വരുന്ന ഗ്രെയിൻ ഏതാണ്? ഓപ്ഷൻ ബി ക്രോസ്. ക്വസ്റ്റ്യൻ നമ്പർ 76. പരീക്ഷണാത്മകവും ഞെട്ടിക്കുന്നതുമായ ഫാഷനുകൾക്ക് ഉപയോഗിക്കുന്ന പദം. ഓപ്ഷൻ എ ഫാഷൻ ഫോർവേഡ്. ഓപ്ഷൻ ബി അവന്റ് ഗാർഡ്. ഓപ്ഷൻ സി FAD. ഓപ്ഷൻ ഡി ഹൈ ഫാഷൻ. ആൻസർ ഓപ്ഷൻ ബി അവന്റ് ഗാർഡ്. പരീക്ഷണാത്മകവും ഞെട്ടിക്കുന്നതുമായ ഫാഷനുകൾക്ക് ഉപയോഗിക്കുന്ന പദമാണ് ഓപ്ഷൻ ബി അവന്റ് ഗാർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 77. രൂപകൽപ്പനയിൽ അതിശക്തിപരവും അതിരുകടന്നതുമായ ഡിസൈനുകൾ എന്ന ഹ്രസ്വകാല നിലനിൽക്കുന്നതുമായ ഫാഷൻ. ഓപ്ഷൻ എ FAD. ഓപ്ഷൻ ബി ക്ലാസിക്. ഓപ്ഷൻ സി ബേസിക്. ഓപ്ഷൻ ഡി ഹൈ ഫാഷൻ. ആൻസർ ഓപ്ഷൻ ഫാദ് അല്ലെങ്കിൽ FAD. രൂപകൽപ്പനയിൽ അതിശക്തിപരവും അതിരുകടന്നതുമായ ഡിസൈനുകൾ എന്ന ഹ്രസ്വകാലം നിലനിൽക്കുന്നതുമായ ഫാഷനാണ് ഫാദ് അല്ലെങ്കിൽ FAD. ക്വസ്റ്റ്യൻ നമ്പർ 78. വില, സ്റ്റൈലിംഗ്, ഫിറ്റ്, ക്വാളിറ്റി, പ്രസ്റ്റീജ് പോലുള്ള ചില ഉൽപ്പന്ന സവിശേഷതകളുമായി ബന്ധപ്പെട്ട പേര്. ഓപ്ഷൻ എ കളക്ഷൻ. ഓപ്ഷൻ ബി പ്രിറ്റ് എ പോർട്ടർ. ഓപ്ഷൻ സി സൈനേജ്. ഓപ്ഷൻ ഡി ബ്രാൻഡ്. ആൻസർ ഓപ്ഷൻ ഡി ബ്രാൻഡ്. വില, സ്റ്റൈലിംഗ്, ഫിറ്റ്, ക്വാളിറ്റി, പ്രസ്റ്റീജ് പോലുള്ള ചില ഉൽപ്പന്ന സവിശേഷതകളുമായി ബന്ധപ്പെട്ട പേരാണ് ഓപ്ഷൻ ഡി ബ്രാൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 79. അസാധാരണമായ വസ്ത്രങ്ങളും അന്തരീക്ഷവുമുള്ള ഒരു ചെറിയ കടയുടെ ഫ്രഞ്ച് വാക്ക് ആണ്. ഓപ്ഷൻ എ ഹോറ്റ് കൂറ്റർ. ഓപ്ഷൻ ബി അറ്റ്ലിയർ. ഓപ്ഷൻ സി ബോഹോ. ഓപ്ഷൻ ഡി ബോട്ടിക്. ആൻസർ ഓപ്ഷൻ ഡി ബോട്ടിക്. അസാധാരണമായ വസ്ത്രങ്ങളും അന്തരീക്ഷവുമുള്ള ഒരു ചെറിയ കടയുടെ ഫ്രഞ്ച് വാക്കാണ് ബോട്ടിക്. ക്വസ്റ്റ്യൻ നമ്പർ 80. ഒരു സ്റ്റൈലിൻ്റെ നിർദ്ദിഷ്ട പതിപ്പുകളോ വ്യതിയാനങ്ങളോ സൃഷ്ടിക്കുന്ന വർണ്ണ, ടെക്സ്ചർ, സിലുവൈറ്റ്, വിശദാംശങ്ങളുടെ ഘടന. ഓപ്ഷൻ എ ഡിസൈൻ. ഓപ്ഷൻ ബി ക്ലാസിക്. ഓപ്ഷൻ സി ട്രെൻഡ്. ഓപ്ഷൻ ഡി ഫാഷൻ. ആൻസർ ഓപ്ഷൻ എ ഡിസൈൻ. ഒരു സ്റ്റൈലിൻ്റെ നിർദ്ദിഷ്ട പതിപ്പുകളോ വ്യതിയാനങ്ങളോ സൃഷ്ടിക്കുന്ന വർണ്ണ, ടെക്സ്ചേഴ്സിലും വൈറ്റ് വിശദാംശങ്ങളുടെ ഘടനയാണ് ഓപ്ഷൻ എ ഡിസൈൻ. ഹൈസ്കൂൾ ടീച്ചർ എക്സാമിന് 20 മാർക്കിന് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിൽ ആഡ് ചെയ്യേണ്ടെന്നാണ്. പക്ഷേ എക്സാം എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാം എപ്പോഴും നടക്കുന്നത് 100 മാർക്കിനാണ്. അപ്പോൾ അത് 80 മാർക്കിനല്ല നമ്മൾ പഠിക്കേണ്ടത്. 20 മാർക്കിൻ്റെ GK അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. നമ്മുടെ 80 മാർക്കിനെ പോലെ തന്നെ 20 മാർക്കിനും അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. കാരണം 1.00 മാർക്ക് വരെ അത്രയും ഡിഫറൻസ് വരും റാങ്കിൽ. അതുകൊണ്ട് 20 മാർക്കിൻ്റെ GKയും നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 81. താഴെ പറയുന്നവയിൽ ഒരു ഫെഡറേഷൻ സംവിധാനത്തിൻ്റെ സവിശേഷത ഏത്? ഓപ്ഷൻ എ അലിഖിത ഭരണഘടന. ഓപ്ഷൻ ബി ഏക സർക്കാർ. ഓപ്ഷൻ സി അധികാര കേന്ദ്രീകരണം. ഓപ്ഷൻ ഡി സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ആൻസർ ഓപ്ഷൻ ഡി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. താഴെ പറയുന്നവയിൽ ഒരു ഫെഡറേഷൻ സംവിധാനത്തിൻ്റെ സവിശേഷത ഏത്? ഓപ്ഷൻ ഡി സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ക്വസ്റ്റ്യൻ നമ്പർ 82. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയും സൂര്യ അയനം
ഓപ്ഷൻ എ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക്. ഓപ്ഷൻ ബി ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക്. ഓപ്ഷൻ സി ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക്. ഓപ്ഷൻ ഡി ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക്. ആൻസർ ഓപ്ഷൻ ഡി ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 83. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ആൻസറായിട്ട് വന്നിരിക്കുന്നത് സി ആണ്. ആദ്യം വൈക്കം സത്യാഗ്രഹം, അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് നിവർത്തന പ്രക്ഷോഭം, അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം. ആദ്യം വൈക്കം സത്യാഗ്രഹം, അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് നിവർത്തന പ്രക്ഷോഭം, അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്വസ്റ്റ്യൻ നമ്പർ 84. കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബി ആണ്. ബോക്സർ കലാപം ചൈന. ബോക്സർ കലാപം ചൈന. ഓപ്ഷൻ ബി ബോക്സർ കലാപം ചൈന. ക്വസ്റ്റ്യൻ നമ്പർ 85. പുലർക്കാലത്ത് ഇലകളുടെ അഗ്രഭാഗങ്ങളിൽ മറ്റും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ച് കാണുന്ന വെള്ളത്തുള്ളികളാണ്. ഓപ്ഷൻ എ ഹിമം. ഓപ്ഷൻ ബി തുഷാരം. ഓപ്ഷൻ സി മഞ്ഞ്. ഓപ്ഷൻ ഡി പുകമഞ്ഞ്. ആൻസർ ഓപ്ഷൻ ബി തുഷാരം. പുലർക്കാലത്ത് ഇലകളുടെ അഗ്രഭാഗങ്ങളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ച് കിടക്കുന്ന വെള്ളത്തുള്ളികളാണ് ഓപ്ഷൻ ബി തുഷാരം. ക്വസ്റ്റ്യൻ നമ്പർ 86. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി 1964 രൂപീകരിച്ച സ്ഥാപനമേതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ ലോക്പാൽ. ഓപ്ഷൻ ബി ലോകായുക്ത. ഓപ്ഷൻ സി വിജിലൻസ് കമ്മീഷൻ. ഓപ്ഷൻ ഡി ഓംബുഡ്സ്മാൻ. ആൻസർ ഓപ്ഷൻ സി വിജിലൻസ് കമ്മീഷൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി 1964 രൂപീകരിച്ച സ്ഥാപനമേതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി വിജിലൻസ് കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 87. ഏതൊക്കെ ഭൂപ്രദേശങ്ങളിലാണ് 1954 ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഗോവ, ദാമൻ ദിയു. ഓപ്ഷൻ ബി ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഓപ്ഷൻ സി പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ സി പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. ഏതൊക്കെ ഭൂപ്രദേശങ്ങളാണ് 1954 ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത്? ഓപ്ഷൻ സി പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. 88. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ കാഴ്ചപ്പാടാണിത്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ ബി ആനി ബസന്റ്. ഓപ്ഷൻ സി ലോർഡ് ലിട്ടൺ. ഓപ്ഷൻ ഡി വീരേശലിംഗം. ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ കാഴ്ചപ്പാടാണിത്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയുടെ കാഴ്ചപ്പാടാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 89. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ഹിതകാരിണി സഭ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ കേളപ്പൻ. ഓപ്ഷൻ ബി പൽപ്പു. ഓപ്ഷൻ സി വീരേശലിംഗം. ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ സി വീരേശലിംഗമാണ്. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ഹിതകാരിണി സഭ സ്ഥാപിച്ചത്? ഓപ്ഷൻ സി വീരേശലിംഗം. ക്വസ്റ്റ്യൻ നമ്പർ 90. ഏത് ഹിമാലയൻ ഭൂപ്രദേശമാണ് ആസാം ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കിഴക്കൻ ഹിമാലയം. ഓപ്ഷൻ ബി മധ്യ ഹിമാലയം. ഓപ്ഷൻ സി പടിഞ്ഞാറൻ ഹിമാലയം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ഓപ്ഷൻ എ കിഴക്കൻ ഹിമാലയം.
ഏത് ഹിമാലയൻ ഭൂപ്രദേശമാണ് ആസാം ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കിഴക്കൻ ഹിമാലയം. 91. വി.ടി. ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമേത്? ഓപ്ഷൻ എ ആനന്ദ് മഹാസഭ, ഓപ്ഷൻ ബി യോഗക്ഷേമ സഭ, ഓപ്ഷൻ സി അരയ സമാജം, ഓപ്ഷൻ ഡി ആര്യ സമാജം. ആൻസർ ഓപ്ഷൻ ബി യോഗക്ഷേമ സഭ. വി.ടി. ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമാണ് ഓപ്ഷൻ ബി യോഗക്ഷേമ സഭ. ക്വസ്റ്റ്യൻ നമ്പർ 92. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഞാൻ പറയാവേ. സി ആണ്. അതായത് രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 93. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തി എഴുതുക എന്നാണ്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായെന്ന് പറയുമ്പോൾ ഏറ്റവും ശരിയായത് അതും സി ആണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 94. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഐ.കെ. ഗുജ്റാളാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ സക്കീർ ഹുസൈനും ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം ഒക്കെ ഉൾപ്പെടുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 95. നഗരഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി തിരിച്ചറിയുക. ഓപ്ഷൻ എ 42-ാം ഭേദഗതി, ഓപ്ഷൻ ബി 74-ാം ഭേദഗതി, ഓപ്ഷൻ സി 75-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 64-ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി 74-ാം ഭേദഗതി. നഗരഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി തിരിച്ചറിയുക. ഓപ്ഷൻ ബി 74-ാം ഭരണഘടനാ ഭേദഗതി. 96. ഏത് സംഘടനയാണ് അടുത്തിടെ ഗ്ലോബൽ ഫുഡ് പോളിസി റിപ്പോർട്ട് 2024 പുറത്തിറക്കിയത്? ഓപ്ഷൻ എ ലോകബാങ്ക്, ഓപ്ഷൻ ബി സെൻട്രൽ ഫോർ ഇൻ്റർനാഷണൽ ഫോറസ്ട്രിക് ബാങ്ക് റിസർച്ച്, ഓപ്ഷൻ സി ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ആൻസർ ഓപ്ഷൻ സി ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏത് സംഘടനയാണ് അടുത്തിടെ ഗ്ലോബൽ ഫുഡ് പോളിസി റിപ്പോർട്ട് 2024 പുറത്തിറക്കിയത്? ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട റുവാഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ടാൻസാനിയ, ഓപ്ഷൻ ബി കെനിയ, ഓപ്ഷൻ സി റുവാണ്ട, ഓപ്ഷൻ ഡി നൈജീരിയ. ഓപ്ഷൻ എ ടാൻസാനിയ. അടുത്തിടെ വാർത്തകളിൽ കണ്ട റുവാഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ടാൻസാനിയ. ക്വസ്റ്റ്യൻ നമ്പർ 98. 2004 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂമിവൽക്കരണം തടയൽ, വരൾച്ച പ്രതിരോധനം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂമിവൽക്കരണം തടയൽ, വരൾച്ച പ്രതിരോധനം. 92. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൂചിക പുറത്തിറക്കിയ സ്ഥാപനമേത്? ആൻസർ ഓപ്ഷൻ ബി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൂചിക പുറത്തിറക്കിയ സ്ഥാപനം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 100ാമത്തെ ക്വസ്റ്റ്യൻ. 2024 IPL ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്
ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി ശ്രേയസ് അയ്യർ. 2024 IPL ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി ശ്രേയസ് അയ്യർ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 100 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇനി ആവർത്തിച്ച് ക്ലാസ് കണ്ടും എഴുതിയെടുത്തും പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ക്ലാസ് കൊണ്ടുപോകണതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ബൈ. താങ്ക്സ്.